കിട്ടുന്ന ആ മുകളിലുണ്ട് ഇവിടെയൊക്കെ. എനിക്ക് ഇത് ഞാൻ നോക്കിയില്ല, പക്ഷേ ഇവിടെ ഉണ്ട്. ഞാൻ 5:30 ആകുമ്പോൾ പതുക്കെ വരും ഇവിടെ. കല്യാണം കഴിച്ചു വന്ന് താമസിക്കാനാണെങ്കിൽ പ്രണയിക്കാൻ പറ്റിയ സ്ഥലം. കല്യാണം കഴിച്ചിട്ട് എന്താ പറയുക, നമുക്ക് ഹോം സീക്വൻസ് ഇവിടെ ഒന്നും ഉണ്ടാകത്തില്ല. നമുക്ക് തോന്നുമ്പോൾ വീട്ടിൽ പോകാം. എമ്മോ ശരി, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസർ ശരിയാണ്, നമുക്ക് തോന്നുമ്പോൾ വീട്ടിൽ പോകാം, വീട്ടിൽ വരാം. ഒരാഴ്ച വീട്ടിൽ പോയി നിന്നാൽ പോരെ, പിന്നെ ഒരാഴ്ച വരാം, പിന്നെ ഒരാഴ്ച പോയാൽ പോരെ, ധാരാളം. അത്രയും പോരെ. ഒരാഴ്ച നമുക്ക് ബോറടിക്കും. ആഴ്ച നമ്മൾ സർക്കാർ ജീവനക്കാരാണ്. അവിടെ എത്രയും മുമ്പിൽ തെറ്റി അവിടെ നിൽക്കുന്നത് വീട്ടിൽ മോശമല്ലേ. ഡയലോഗ്സ് വേണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേശവൻപാറയുടെ ഏറ്റവും പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലത്ത് തന്നെയാണ്. സൂരജ് ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിനോടൊപ്പം ദൂരെ കാണുന്ന ആ തടാകം നമ്മുടെ പോത്തുണ്ടി ഡാം തന്നെയാണ്. അതിൻ്റെ വലതുവശത്ത് കാണുന്ന പ്രകൃതി സുന്ദരമായ മലകൾ ഇപ്പോൾ മഞ്ഞെന്ന് മാറി അതിൻ്റെ പ്രകൃതി രമണീയതയിലേക്ക് വരുന്ന ഒരു ദൃശ്യം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇടത് സൈഡിലായിട്ട് കാണുന്ന മലയുടെ മുകളിലാണ് കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ മഞ്ഞ് മൂടിക്കിടക്കുന്നതിനാൽ അതിൻ്റെ ദൃശ്യം വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. വളരെ ശക്തമായ തണുത്ത കാറ്റ് തന്നെയാണ് ഇപ്പോൾ ഈ ചാത്തമ്പാറയിൽ ഈ കേശവൻപാറയിൽ നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് വലതുവശത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൂടൽ മഞ്ഞിൻ്റെ എല്ലാ ഭംഗിയും തന്നെ നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ പഴയ ഗാനങ്ങളൊക്കെ ഓർക്കുന്നത് മൂടൽ മഞ്ഞിനെ പറ്റി തന്നെ ഒരു ഷിബു തൻ്റെ പ്രണയകാലത്തെ പറ്റി ഇങ്ങനെ ഈ കാലാവസ്ഥയിൽ ചിന്തിക്കുമ്പോഴും വേറെ ഒരുപാട് ഗസ്റ്റുകൾ ഈ സ്ഥലത്ത് അവരെ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുന്നുണ്ട്. നമ്മുടെ സുഹൃത്തും നമ്മുടെ കൂടെ ഉള്ള പത്മചന്ദ്രൻ സ്വന്തം ഭാര്യ ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും ഭാര്യയുമായിട്ടുള്ള ആ സ്നേഹ സംഭാഷണങ്ങളിൽ മുഴുകി നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു പ്രണയകാലത്തേക്ക് പത്മചന്ദ്രൻ എത്തിയോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാനും സൂരജും ശുഭവും ഒക്കെ. നമ്മുടെ സുഹൃത്തായ ഉമാനാഥൻ ഇപ്പോൾ അവിടെ വിശ്രമിക്കുകയാണെങ്കിലും പത്മചന്ദ്രൻ അവൻ്റെ ഭാര്യയുമായിട്ടുള്ള സ്നേഹ സംഭാഷണത്തിൽ നമ്മളെ കയ്യൊക്കെ ഉയർത്തി കാണിച്ച് നമ്മളെ അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും പക്ഷേ ഭാര്യയുമായിട്ട് പറയുന്നത് ദൂരെ കൂടെയാണെങ്കിലും നമ്മൾക്ക് കേൾക്കാം, എടി ഇവിടെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നിന്നെ കെട്ടിപ്പിടിച്ച് ഞാനൊന്ന് പുണർന്നേനെ എന്നുള്ള സംഭാഷണങ്ങളാണ് ഈ പത്മചന്ദ്രൻ ഫോണിൽ കൂടെ സംസാരിച്ച് ക്ഷീണിതനായി പത്മചന്ദ്രൻ ഇരിക്കുകയായി. അപ്പോഴേക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന വേറൊരു രംഗം, ഒരു ചെറുപ്പക്കാരൻ ഒരു കുടയുമേന്തി അവന് താഴേക്ക് ഈ പാറയുടെ താഴേക്ക് അങ്ങനെ ആ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുകയാണ്. 2-3 ചെറുപ്പക്കാർ അവിടെ നിന്ന് കയറി വരുന്നത് നമുക്ക് കാണാം. ഇത്രയും സുന്ദരമായ ഒരു സ്ഥലം സ്വിറ്റ്സർലൻഡിനേക്കാളും ചിലപ്പോൾ അതിഗംഭീരമായ ഒരു സ്ഥലം, അല്ലെങ്കിൽ കൊടൈക്കനാൽ പോയാലോ ഊട്ടി പോയാൽ പോലും അല്ലെങ്കിൽ കൊടകിൽ പോയാൽ പോലും നമുക്ക് ഇത്രയും പ്രശാന്ത സുന്ദരമായ ഒരു കാലാവസ്ഥ നേരിട്ട് കണ്ടറിയാനോ അല്ലെങ്കിൽ ആസ്വദിക്കാനോ ഉള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാറില്ല. കാരണം അവിടെ എല്ലാം പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് കൂടുതൽ ഉണ്ടാവാം. പക്ഷേ ഇവിടെ അത്രയ്ക്ക് വലിയ നിർബന്ധങ്ങളും ഒന്നുമില്ലാത്ത ഒരു പ്രശാന്ത സുന്ദരമായ ഒരു കാലാവസ്ഥയിലാണ് ഞാനും സൂരജും ഷിബുവും പത്മചന്ദ്രനും ഇപ്പോൾ. ഈ ക്ലിപ്പിംഗ്